നമ്മളുടെ നാട്ടില് പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒഫീഷ്യൽ ഫോഴ്സിന്റെ കൂടെ യാതൊരുവിധ ഇൻവിറ്റേഷനും ഇല്ലാതെ സ്വയം ഇറങ്ങി പോകുന്ന ആൾക്കാരാണ് ഈ ഓഫ് റോഡ് ക്ലബിലത്തെ മെമ്പേഴ്സും അവരുടെ വണ്ടികളും. അതായത് 2 ആഴ്ച മുമ്പ് വരെ ഓപ്പറേഷൻ താർ എന്നുള്ള പേരിൽ നിങ്ങൾ തിരഞ്ഞു പിടിച്ച് ഫൈൻ അടിച്ച് മുടിപ്പിച്ച ഒരു സമൂഹമാണ് ഞങ്ങൾ. ഇതുവരെയുള്ള എല്ലാവിധ ഗവൺമെന്റും ഇതിന്റെ പേരിൽ എത്ര പൈസ വസൂലാക്കാം എന്നല്ലാതെ ഇതിനെ എങ്ങനെ ലീഗലൈസ് ചെയ്യാന്നുള്ള ഒരു നിയമനിർമ്മാണം നടത്തിയിട്ടില്ല. ഒരു അല്പൻ യൂട്യൂബർ അവൻ ചെയ്ത വിവരക്കേടിനെ ഒരു സമൂഹത്തിനെ മൊത്തമാണ് നിങ്ങൾ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് ഫൈൻ അടച്ച് ഊറ്റി കുടിച്ചതെന്ന് തന്നെ പറയാം. അത്രയും നശിപ്പിക്കാനാണ് നിങ്ങൾ നോക്കുന്നത്. ഞങ്ങളൊക്കെ പോലെയുള്ള ആൾക്കാർ യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുമ്പിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇനിയെങ്കിലും അധികാരികൾ ഇത് ഫൈൻ അടിച്ച് ഞങ്ങളെ ഉപദ്രവിക്കാതെ ഇത് ലീഗലൈസ് ചെയ്യാനുള്ള നിയമനിർമ്മാണങ്ങൾ അതാണ് പുറത്തുള്ള രാജ്യങ്ങളിൽ ചെയ്യുന്നുള്ളത്. അവർക്കൊക്കെ അറിയാം ഇത് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് മാത്രമാണ് ഇത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴി. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇതൊന്ന് ലീഗലൈസ് ചെയ്തിട്ട് അതിന്റെ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കണമെന്ന് വിനീതമായിട്ടാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്.